വരുന്ന സമയത്ത് ഇപ്പൊ ഒരു അമ്പലത്തിന്റെ തൊട്ടടുത്താണ് വീട്. ഈ വീടിന്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ശരിക്കും ഇതിന് മുമ്പ് ഒരു ഇല്ലം ആയിരിക്കൂലേ? അത് പൊളിച്ചെടുത്താണോ? സാറിന്റെ ഐഡിയ ആണോ ഈ വീടിന്റെ? അതെ, അല്ല, ഇത് എന്ന് വെച്ചാല് പണ്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ എൻ്റെ അച്ഛൻ അമ്പലത്തിലെ പൂജാരിയായിരുന്നു. അപ്പോൾ അതുവഴി കിട്ടിയ ഒരു സ്ഥലം, അങ്ങനെ ആ രീതിയിലാണ്, അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്. അത് കഴിഞ്ഞ് പണ്ടത്തെ ഒരു വീടുണ്ടായിരുന്നു, അത് പൊളിച്ച് വേറെ എൻ്റെ കല്യാണത്തിന് സമയത്ത് വേറെ ഒരു ചെറിയൊരു വീടെടുത്തു. ആ വീട് അത് കഴിഞ്ഞ ശേഷം ഇതിപ്പോൾ എടുത്തിട്ട് 3 വർഷമായിട്ടു. 2022 ഡിസംബറിലാണ് ഇതിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ കാര്യങ്ങളെല്ലാം എൻ്റെ ഭാര്യ സ്മിതയാണ് ചെയ്തത്. ഡിസൈൻ അവരെ മനസ്സിൽ ഉള്ള അവർക്കും ഒരു ഐഡിയ. അതെ അതെ അതെ, കലാപരമായിട്ടുള്ള ഒരു ഡിസൈനാണ്. അതെ അതെ, കാണുമ്പോൾ വീട് കാണുമ്പോൾ തന്നെ അറിയാം സെറ്റിംഗ്സും സംഭവങ്ങളൊക്കെ. അത് കാഞ്ഞങ്ങാടുള്ള ഒരു ശ്യാം എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ആർക്കിടെക്ട്. അദ്ദേഹമാണ് ഇതിൻ്റെ ആർക്കിടെക്ട് ഉണ്ടായത്. പിന്നെ കല്ലിൻ്റെ സ്റ്റോൺ വർക്ക് എല്ലാം ചെയ്തത് ഒരു അശോകൻ എന്ന ഒരാളുണ്ട്. എന്തായാലും നമ്മളായിരിക്കുമല്ലോ ഇതിന്റെ ഐഡിയ പറഞ്ഞത് വേണ്ടതെന്നുള്ളത്. അത് കുറേ പ്രാവശ്യം അവരിങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളെ കാണിക്കും, നമ്മളൊക്കെ അത് ഇഷ്ടാവില്ല, ഇഷ്ടാകുന്ന ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനെ ആയി മാറ്റി ലാസ്റ്റ് നമ്മൾ തന്നെയാണ് ഡിസൈൻ ചെയ്ത് അങ്ങനെയാണ് ചെയ്തത്. ഏതായാലും വളരെ നല്ല രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. ശരിക്കും അങ്ങനെ ഒരു ഫീലുണ്ട്. ഒരു ക്ഷേത്രത്തിലെല്ലാം പോകുന്ന, ക്ഷേത്രത്തിന് തൊട്ടപ്പുറത്തെ ക്ഷേത്രവും അങ്ങനെ തന്നെ. ക്ഷേത്രം ഇത് പിന്നെ ദേവസ്വം ബോർഡിന്റെ ആണോ? ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന്റെ ആണ്. നായ്ക്കാലി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം. അപ്പൊ 108 ദുർഗ ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടാണ് കേരളത്തിൽ ഒന്നേ ഉള്ളൂ. അത് ഇവിടെയാണ്. അതെ, അല്ല, 108 ദുർഗാലയങ്ങളുണ്ട്. 108 ദുർഗാലയങ്ങളിൽ ഉൾപ്പെട്ട ഒരു ദുർഗ അമ്പലാണ് ഈ കണ്ണൂരിലൊന്നാണ്. അതെ, അല്ലല്ല, ഈ കണ്ണൂർ കുറെ ഉണ്ട്. പക്ഷേ ദുർഗാ ഭഗവതി എന്ന് പറയുമ്പോൾ മാമാനത്ത് ഭഗവതിയാണ്, മാമാനമ്പലം ഭഗവതി, അത് വേറെ ഭഗവതി, ഇത് ദുർഗാ ഭഗവതി. അങ്ങനെയാണ് 108. അതെ അതെ, അങ്ങനെയാണ് ഐതിഹ്യം പറയുന്നത്. ഇത് ഉത്സവമൊക്കെ എങ്ങനെയാ? ഉത്സവം ഇവിടെ മാർച്ച് പൂരത്തിലാണ്. ഉത്സവത്തിന്റെ പിന്നെ പൂരക്കാൻ പിടിക്കുന്നതും സാറ് തന്നെയാണോ? അല്ല, ഉത്സവത്തിന് അവർ അമ്പല കമ്മിറ്റി ഉണ്ട്. അമ്പല കമ്മിറ്റി ആ രീതിയിൽ നല്ല സജീവമായിട്ടുണ്ടാവും. ഉത്സവത്തിനുണ്ടാവും. ഉത്സവത്തിന് ഞാൻ ലീവ് എടുത്ത് നിൽക്കാറുണ്ട്. ഉത്സവത്തിന് ലീവ് എടുത്ത് പല കാര്യങ്ങളും നിൽക്കാറുണ്ട്. അപ്പൊ നമ്മളെ നാട്ടിൽ നമ്മളെ സ്വന്തം അമ്പലല്ലേ. തീർച്ചയായിട്ടും. ഈ പിന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇടപെടലും പിന്നെ അങ്ങനെ തന്നെയാണോ ഔദ്യോഗിക ജീവിതത്തിൽ? അല്ല, ഔദ്യോഗിക ജീവിതത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്ന ആവശ്യത്തിനനുസരിച്ച് സോഫ്റ്റ് ആണ് എന്ന് കരുതി എല്ലാ കാര്യത്തിലും സോഫ്റ്റ് ആവാറില്ല. പോലീസിനെ പറ്റി സാധാരണ ഇപ്പം ഒരു വല്ലാത്തൊരു രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഇപ്പൊ തന്നെ നമ്മൾ ഈ പിന്നെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ സംഭവം പോലും പോലീസിലേക്ക് നീങ്ങുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ശരിക്കും അതിനെപ്പറ്റി സാറിന്റെ ഒരു അഭിപ്രായം എന്താ? അല്ല, അതായത് നമുക്ക് അഭിപ്രായം എന്ന് വെച്ചാൽ പോലീസ് എന്ന് പറയുന്ന ഒരു സംഭവം 50% ആൾക്കാർ മാത്രമേ പോലീസിനെ അംഗീകരിക്കാൻ സാധ്യതയുള്ളൂ. 50% എപ്പോഴും എതിർത്ത്. കാരണം അങ്ങനെയല്ല, 50% കുറ്റവാളികൾ എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് നിങ്ങൾ ഒരു പരാതി തന്നാൽ ഈ പരാതിക്കാരന് ഫേവറായിട്ട്, പരാതി ജെന്യുവൻ ആണെങ്കിൽ പരാതിക്കാരന് ഫേവറായിട്ടാണ് നമ്മൾ അന്വേഷിക്കുക ചെയ്യുക. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റുള്ള പ്രതികൾ എപ്പോഴും പോലീസിനെ കുറ്റം പറഞ്ഞു. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പോലീസിൽ എല്ലാവരും നല്ല രീതിയിൽ പറയണമെന്നില്ല. പക്ഷെ പോലീസ് എന്ന് പറയുന്നത് ജനങ്ങൾ കാണുന്നത് ഒരു സർക്കാരിന്റെ മുഖമാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രവർത്തനം നമ്മൾ കാഴ്ചവെക്കാൻ ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒരു മോശമായ രീതിയിലൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ പോലീസിനെ കുറ്റം പറയുന്നു എന്ന് പറയുമ്പോൾ സാറിന്റെ അഭിപ്രായം എന്താ? അല്ല, അതിലെനിക്ക് നോ കമന്റ്സ്. ഇതിനകത്തൊന്നും പറയാൻ പറ്റില്ല. ശേഷം പറയാം. അല്ല, അത് എനിക്ക് നോ കമന്റ്സ് അതിൽ പറയാൻ പറ്റില്ല. രാഷ്ട്രീയമായിട്ട് അല്ല, രാഷ്ട്രീയം എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാവും. പക്ഷെ എനിക്കങ്ങനെ ഒരു ഔദ്യോഗിക ജീവിതത്തിൽ പ്രകടമായ ഒരു രാഷ്ട്രീയത്തിൽ എനിക്കങ്ങനെ താല്പര്യമില്ല. എന്തായാലും ഔദ്യോഗിക ജീവിതത്തിൽ ഒരു കൃത്യത പ്രവർത്തിക്കും. ഇപ്പം അങ്ങനെ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പോലീസിൽ തന്നെ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് വളരെ മോശമായ രീതിയിൽ പെരുമാറുന്ന ആൾക്കാരില്ല. ചിലപ്പോൾ അങ്ങനെയുള്ള വളരെ ചെറിയ ആളുകളെ കൊണ്ടായിരിക്കും ഈ പേര് ദോഷം മൊത്തം കിട്ടി. അതെ, അതായത് സമൂഹത്തിന് എപ്പോഴും പോലീസ് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. അതിൽ ഒരു 100 ആൾ അല്ലെങ്കിൽ നമ്മളെ പോലീസ് സേന പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് കേരളത്തിൽ. അപ്പോൾ ഏതെങ്കിലും 1-2 ആൾക്കാർ ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യത്തിൽ അവർ മോശമായി എന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ പോലീസ് സേനക്ക് മൊത്തമായിട്ടാണ് ആ രീതിയിൽ കളങ്കം വരുന്നത്. അതാണ് അതിന്റെ പ്രശ്നം. അപ്പോൾ മൊത്തം ആൾക്കാർ പോലീസിനെ മൊത്തം ചീത്ത.
അതാണ് ഉണ്ടായി. അതൊക്കെ തിരുത്തുന്നതാണ് നിങ്ങളെ പോലെയുള്ള ആൾക്കാർ. സിബി മാത്യു സാറായാലും സാറായി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു താരപരിവേഷത്തിലേക്ക് നിൽക്കുമ്പോൾ അല്ല ഇങ്ങനെയുള്ള മോശം അവസ്ഥകളൊക്കെ തരണം ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അത് പോലീസിൽ നമ്മൾ പണ്ടത്തെ അവസ്ഥയുള്ള പോലീസല്ല. ഇപ്പോഴത്തെ പോലീസിന് നല്ല രീതിയിലുള്ള ജനകീയ മുഖം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ജനകീയ മുഖം ഈ പറയുന്ന അഭിനയത്തിലൂടെയും സിനിമയിലെ കൂടിയും ജനങ്ങൾ തിരിച്ചറിയുമ്പോൾ ഞാൻ ബേസിക്കലി ഞാനൊരു പോലീസാണ്. അപ്പോൾ പോലീസാണ് എന്നുള്ള ഇതും കൂടി അതിനൊരു എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ പോലീസ് വകുപ്പിനും ഡിപ്പാർട്ട്മെന്റിനും ഒരു നന്മ അതിലുണ്ടാവും, അഭിമാനം ഉണ്ടാവും. അതെ, ഇപ്പം ഞാൻ മുമ്പ് ഞാൻ ചെയ്ത ഒരു സാധനം ഇപ്പോൾ ഓർമ്മിക്കുന്നു. നമ്മൾ ഈ തലശ്ശേരി സ്റ്റേഷനിൽ ഇപ്പം വർക്ക് ചെയ്യുന്ന ഒരു രൂപേഷില്ലേ, വയലിനിസ്റ്റ്, അദ്ദേഹം പിന്നെ ആ കൊറോണയുടെ ടൈമിലാണെന്ന് എനിക്ക് തോന്നുന്നത്, ഒരു വയലിൻ ഒരു ഓപ്പൺ ആയിട്ട് ഒരു സ്ഥലത്ത് വയലിൻ വായിച്ചു ഭയങ്കര സൂപ്പറായിട്ട് ചെയ്യും. അപ്പൊ അത് ഭയങ്കര വൈറലായി. അത് പോലീസ് ഡ്രസ് തന്നെ ഇട്ടിട്ട് ചെയ്തു. സാറ് കണ്ടിട്ടുണ്ടാവും? അത് ഞാൻ കണ്ടിരുന്നു. അപ്പോ രൂപേഷ് അതിഗംഭീരമായി ഭയങ്കര നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. നല്ല കഴിവുള്ളൊരു ലക്ഷക്കണക്കിന് ആൾക്കാർ അത് ഒരുപക്ഷെ ഡ്രസ്സിലായിട്ടായിരിക്കും നമ്മളും അവരെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മളും ചെയ്തു. അപ്പൊ അതുപോലെ ഒറ്റ പിടി ആളുകൾ പോലീസിൽ. പിന്നെ ഈ കുറച്ച് പണ്ട് നമ്മൾ ഓരോ ആൾക്കാർ പറയുന്നത് ഈ മനസ്സിൽ ഇച്ചിരി നന്മയിലാക്കാൻ മാത്രമേ കലാകാരനാകാൻ പറ്റുമെന്ന് പറയും. അങ്ങനെ പറയുന്നത് അങ്ങനെ ഒരു അല്ല, മനസ്സിൽ നന്മയുള്ളാക്ക് മാത്രമേ കലാകാരന്മാർ ആവാൻ പറ്റുമെന്ന് പറയുന്നത് ശരിയാണ്. അതായത് നല്ല മനസ്സുള്ളവർക്ക് അല്ല, സ്നേഹമുള്ള മനസ്സുള്ള സ്ഥലത്ത് മാത്രമേ കല വരൂ എന്നാണ് അങ്ങനെയാണ് പൊതുവെ പഴയ സാഹിത്യകാരന്മാരും കലാകാരന്മാരും പറയുന്നത്. അതെ, അത് പണ്ട് മുതലേ അങ്ങനെ ഒരു നല്ല രീതിയിൽ തന്നെയാണ്. ഇപ്പൊ കോളേജ് കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു? കോളേജ് ഞാൻ മട്ടന്നൂർ കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ മട്ടന്നൂർ PRS കോളേജിൽ അവിടെയായിരുന്നു ബികോം. അല്ല, ഞാനവിടെ മാഗസിൻ എഡിറ്ററായിരുന്നു 92 മാഗസിൻ എഡിറ്ററായിരുന്നു. അപ്പോൾ ആ സമയത്ത് മാഗസിൻ അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി അന്നേരം ഉണ്ടായിട്ടില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ കീഴിലുണ്ടായി. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും നല്ല മാഗസിനുള്ള അവാർഡെല്ലാം കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസിൽ ജോലി കിട്ടി. ആ സമയത്ത് തന്നെ കിട്ടി. ആ സമയത്ത് 93 മാർച്ചിൽ ജോയിൻ ചെയ്തു. 93 മാർച്ചിൽ കോളേജ് കഴിഞ്ഞു. ഏപ്രിൽ ജോയിൻ ചെയ്തു. ഞാൻ ഏപ്രിൽ പോലീസിൽ ജോയിൻ ചെയ്തു. ഇനി 1.5 വർഷം കൂടി ഉണ്ട്. 1.5 വർഷം കൂടി. അതും കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്നും കൂടി സജീവമാവാൻ. അത് 2-3 കഥകളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു എഴുത്തുണ്ട്. ആ എഡിറ്റർ എന്ന് പറയുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ട്. അത് നമ്മളെ പോലീസിൽ നമ്മൾ കണ്ടുവന്നതും നമ്മളെ ജീവിതത്തിലൂടെ അനുഭവിച്ചായ കുറെ കാര്യങ്ങളുണ്ട്. സോഷ്യൽ മൂവ്മെന്റ്സ് ഉണ്ടല്ലോ, കുറിച്ച് വെക്കുന്നുണ്ട്. അത് കഥയായിട്ട് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഞാൻ എഴുതി ഇല്ല, മുന്നേ അല്ല, ഞാൻ ഇപ്പൊ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 2-3 കഥ എഴുതി എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പറ്റിയ ആളെ കിട്ടിയാൽ നമുക്ക് പറ്റിയ 1-2 ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. സിനിമ റിട്ടയർ ചെയ്യുന്ന അപാര ഭാഗ്യമുള്ള ഒരാളാണ്. കാരണം എത്രയോ ആളുകൾ അവസരം ചോദിച്ച് പിന്നെ സംവിധായകരുടെ നിർമ്മാതാക്കളുടെയും പുറകെ നടക്കുന്ന ഒരു സമയത്ത് മരുമകൻ ഒരു പിന്നെ സംഭവം ചെയ്തതിൻ്റെ പേരിൽ ഒരു സിനിമയിൽ കയറി ശ്രദ്ധേയനായി ഈ ചെറിയ കാലയളവിൽ. ഇപ്പോൾ കോവിഡിൻ്റെ ആ ടൈമിൽ സിനിമയൊന്നും ഉണ്ടാവില്ലല്ലോ. ഈ ഒരു സമയം ഒഴിച്ച് നിർത്തിയാൽ 2017 എന്ന് പറയുമ്പോൾ ആ ഒരു 2-3 വർഷം ഒഴിച്ച് നിർത്തിയാൽ വളരെ ചെറിയൊരു കാലയളവിൽ 46ഓളം സിനിമകളിൽ ശ്രദ്ധേയമായ വേഷം. ഒന്നും മുഖം കാണിച്ചു പോന്നാൽ ശരിക്കും പറഞ്ഞാൽ എന്നെക്കാട്ടി ഒരുപാട് കഴിവുള്ള അല്ലെങ്കിൽ എന്നെക്കാട്ടി ഒരുപാട് ആൾക്കാർ പുറത്തുണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ എനിക്ക് കിട്ടിയത് ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ഭാഗ്യമാണ്. ചെറിയ ഭാഗ്യം മാത്രമല്ല, വലിയ ഭാഗ്യം, ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം മാത്രമല്ല. പണ്ട് മമ്മൂക്കനെ കാണാൻ വേണ്ടി തലശ്ശേരി ഇൻസ്പെക്ടർ ബൽറാം എന്ന് പറഞ്ഞ പടം നമ്മുടെ എരഞ്ഞോളി പാലത്ത് ഇറങ്ങുമ്പോൾ അടുത്ത ഭാഗത്ത് ഒരു വയലിന്റെ മേലെ കൂടി ഇങ്ങനെ വളഞ്ഞിട്ട് ഒരു പാലമുള്ള വീടുണ്ട്. ആ വീട്ടിൽ വെച്ച് ഷൂട്ട് നടക്കും. ഞാനന്ന് പോലീസിൽ ജോയിൻ ചെയ്തിട്ടില്ല, പോലീസിൽ കിട്ടിയിട്ടില്ല, അതിന് മുന്നേ. അപ്പോൾ ഞാൻ മമ്മൂക്കനെ കാണണം എന്നുള്ള, അന്ന് സിനിമ കാണണം എന്നുള്ള, ഇവരെ കാണുക എന്നുള്ള ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാനവിടെ പോയി പിന്നെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് മമ്മൂക്ക വന്നു. പക്ഷേ ഭയങ്കര ഒരുപാട് ക്രൗഡായിരുന്നു ഉണ്ടായത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഉന്തും തള്ളുമായി. ലാസ്റ്റ് പോലീസിന്റെ അടി കിട്ടി തിരിച്ചു വന്നു. മമ്മൂക്കനെ കാണാനായിട്ടില്ല. അതേ അവസരത്തിൽ 2020 ലാസ്റ്റ് സമയത്ത് പ്രീസ്റ്റ് തന്നെ സിനിമ, ദ പ്രീസ്റ്റ്, അതിൽ ഞാൻ മമ്മൂക്കയുടെ കൂടെ ഏകദേശം ഒരു 10-22 ദിവസത്തോളം ത്രൂ ഔട്ട് ഞാനും നല്ല റോള് ഞാൻ പറഞ്ഞു ഇങ്ങനെ അന്ന് മുതൽ
അല്ല അന്ന് മുതൽ ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ആരാണെന്നറിയില്ലല്ലോ, ഇതെങ്ങനെയാ ആ സിനിമയിൽ എന്നെ കാസ്റ്റ് ചെയ്തു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതെ അതെ. അപ്പോൾ ഞാനത് അന്വേഷിച്ച് ഡയറക്ടർ എന്നോട് എൻ്റെ കഥാപാത്രത്തിൻ്റെ കാര്യം പറഞ്ഞു തന്നു. അപ്പോൾ ലാസ്റ്റ് ഞാൻ ചോദിച്ചു ഇതാരാ എന്നെ ഇതിൽ കാസ്റ്റ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു മമ്മൂക്കയാണ് കാസ്റ്റ് ചെയ്തത്. മമ്മൂക്ക അതായത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞാൽ അതിൽ സിനിമ കണ്ടിട്ട് അത് കണ്ടിട്ട് എന്നെ കാസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ആ കാസ്റ്റ് ചെയ്തത് മമ്മൂക്കയാണ് എന്നറിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് ഭയങ്കര. അപ്പോൾ ലാസ്റ്റ് സിനിമ കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പം എനിക്ക് ഷെയ്ഖേൻ്റെ എന്നിട്ട് പറഞ്ഞു നന്നായി ചെയ്തു, വെരി ഗുഡ്, നല്ല ഭാവി ഉണ്ടാകട്ടെ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ ഈ അടികിട്ടിയാരും ഷൂട്ട് കഴിഞ്ഞ് അന്നേരം പറയാൻ കഴിയില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ലാസ്റ്റ് ഈ സിനിമ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊരു ഇടവേള ഉണ്ടാവും. ഈ ഇടവേളകളിൽ നമ്മൾ കുറച്ച് മാറി വെക്കും. വളരെ ബഹുമാനപ്പെട്ട ഒരു ബഹുമാനമുള്ളൊരു. അപ്പോൾ അദ്ദേഹം കസേര എടുക്കും. അപ്പോൾ ഇരുന്ന് ശേഷം ഇങ്ങനെ ഓരോന്നോരോന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ചോദിച്ചു നമുക്ക് കണ്ണൂർ വരാറുണ്ടോ? ഞാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇല്ല കണ്ണൂർ വരാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഇതൊന്ന് തുടങ്ങാൻ വേണ്ടി ഇട്ടുകൊടുത്താം. അപ്പോൾ അങ്ങനെ ഞാനത് പറഞ്ഞേരം കുറെ നേരം ഇങ്ങനെ നോക്കി എന്നെ നോക്കിയിട്ട് ചിരി. അതിനൊന്നും ഇപ്പൊ സന്തോഷമായില്ലേ? ഇപ്പൊ സന്തോഷമായി സത്യം. ഞാൻ അന്നേരം തന്നെ ഞാൻ അത് പറയുകയും ചെയ്തു. ഇങ്ങനെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു അത് നമ്മളിപ്പോൾ ഒരു ബമ്പർ ലോട്ടറി അടിച്ചൊരു ഭാഗ്യമാണ് സത്യം പറഞ്ഞാൽ. എൻ്റെ ജീവിതത്തിൽ നമുക്ക് ഇത്രയും വലിയ മഹാനായ ഒരാളെ കൂടെ കാണാനും അദ്ദേഹത്തിന്റെ കൂടെ ഇത്രയും ദിവസം അഭിനയിക്കാനുള്ള അവസരം കിട്ടും, അദ്ദേഹം നല്ല അഭിപ്രായം പറയുകയും ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അതിനുശേഷം കണ്ണൂർ സ്കോഡിലും ഉണ്ടായിരുന്നു ഒരു ചെറിയ സീൻ ഉണ്ടായിരുന്നു. ഇപ്പം സാറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ സമയം പോകുന്ന മനസ്സിലാകുന്നില്ല. ഈ വളരെ സിമ്പിളായിട്ട് ഈ കോമഡി സ്റ്റൈലാണ് ഒരു അങ്ങനെ ഒരു വേഷം ചെയ്തിട്ടുണ്ടോ? ഈ കോമഡി ചെയ്തിട്ടുണ്ട്. ഈ കോമഡി ചെയ്ത സിനിമ ഇറങ്ങാനുണ്ട്. ഇനി ഇറങ്ങാനുണ്ട്. കാരണം എല്ലാം ഭയങ്കര പോലീസ് അങ്ങനെ ഒരു അതായത് കോമഡി വേഷമുണ്ട്. അതുകൂടാതെ കോമഡി നന്നായിട്ട് വഴങ്ങുന്നു. അതെ, ഒരു മുസ്ലിം കോയൊക്കെ ചുമ്മാ ഇങ്ങനെ ചിരിക്കുന്ന സമയത്ത് നമുക്കും ഒന്ന് ചിരിക്കാൻ. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ നമ്മൾ പൊതുവെ കണ്ണൂരുകാരാണല്ലോ, കണ്ണൂരുകാർക്ക് ഒരു ശൈലിയുണ്ട്. അതെ, ഈ കണ്ണൂർ ഭാഷ സഹായിച്ചിട്ടുണ്ടോ? കണ്ണൂർ ഭാഷ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ സമയത്ത് അതായത് കണ്ണൂരുള്ളവർക്ക് ഈ ഭാഷ ഒന്ന് മാറ്റിയാൽ കൊള്ളാമായിരുന്നു എന്ന് പല ആളുകളും കണ്ണൂരുള്ളവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനത് ഓരോ സിനിമയും ഓരോ രീതിയിലാണല്ലോ നമ്മൾ ഡയറക്ടേഴ്സ് പറയുന്ന പോലെ. ഓരോ ഡയറക്ടേഴ്സിനോടും ഞാൻ ഇത് ചോദിക്കും. അപ്പൊ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് നിങ്ങൾ ഈ ഭാഷ വിട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതേ ഭാഷ നിങ്ങൾ എന്താണോ ആ രീതിയിൽ. കണ്ണൂർ എന്നുള്ള ഒരു അഭിമാനം കൊണ്ടുവരുന്നത് ഒരുപക്ഷെ സാറിനെ പോലെ അതേപോലെ നമ്മളിവിടെ കണ്ണൂരുകാര് ഇപ്പം ശിവദാസ് മട്ടന്നൂർ ശിവദാസ് ശരിക്കും പറഞ്ഞാൽ ഒരു സമയത്ത് ക്ലിക്ക് ആയത് കണ്ണൂർ ഭാഷയാണ്. നമ്മൾ അതൊരു ഭയങ്കര ഒരു രസമാണ്. സാറ് സംസാരിക്കുമ്പോൾ കണ്ണൂർ ഭാഷയുണ്ട്, കൂടെ കുറച്ച് നല്ല ലെവലിലുള്ള കണ്ണൂർ ഭാഷ. നമ്മളെ ഭാഷക്ക് നമ്മുടേതായ ഒരു പൈതൃകം, ഒരു ഉണ്ട്. അപ്പൊ ആ ഭാഷ സംസാരിക്കുമ്പോൾ നമുക്ക് അതുവഴി ഒരു നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നമ്മൾ വേറെ ചെയ്യാൻ പറ്റൂല എന്നല്ല, ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ആ സമയത്ത് ആ പെർഫെക്ഷൻ മാത്രമല്ല, ഡയറക്ടേഴ്സ് പറയുന്നത് നിങ്ങൾ ആസ് യൂഷ്വൽ എന്താണോ അങ്ങനെ ചെയ്താൽ അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പൊ പിന്നെ നമുക്ക് നമ്മൾ ഇഷ്ടമല്ലേ, അപ്പൊ നമ്മൾ ഇഷ്ടത്തിന് ചെയ്യും. അപ്പൊ പിന്നെ അതിനനുസരിച്ചിട്ട് സ്ക്രിപ്റ്റ് മാറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ മതിയല്ലോ. അതെ, അവർ ചില സമയം മറ്റ് ഈ പറയുന്ന കോട്ടയം അല്ല ആ സ്റ്റൈലിലുള്ള ഭാഷയിൽ എഴുതിയതാണെങ്കിലും നമ്മൾ പറയുമ്പം നിങ്ങൾ കണ്ണൊരു ഭാഷ പറഞ്ഞു ഓക്കെ എന്ന് ഡയറക്ടേഴ്സ് പറഞ്ഞാൽ പിന്നെ നമുക്കത് വെച്ച് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ ഈ തൊണ്ടിമുതൽ ദൃസാക്ഷിയിൽ തന്നെ ഇങ്ങനെ എല്ലാം ഫുൾ കണ്ണൂർ ഭാഷയാണല്ലോ. അതിനകത്ത് കുറച്ച് രസകരമായ മുഹൂർത്തങ്ങളുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സാറ് ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കുറച്ച് കുറിപ്പെഴുതി വെച്ചിട്ടുണ്ട്. ശരിക്കും അതിന്റെ ഏതെങ്കിലും ഒരു ത്രെഡ് പറയാൻ പറ്റുമോ? അല്ല, ത്രെഡ് പോലീസിന്റെ ശക്തമായ അന്വേഷണങ്ങളിലൂടെ ഉണ്ടാകുന്ന കുറെ മുഹൂർത്തങ്ങളില്ലേ, പോലീസ് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പം കുറിച്ച് വെച്ചിരിക്കുന്നത്. അതായത് പോലീസ് ജീവിതം എന്ന് പറയുന്നത് പോലീസിന്റെ മുന്നിൽ വരുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ സമൂഹത്തിൽ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. അത് ചിലയാൾക്ക് കുറ്റങ്ങളാവാം, ചിലയാളെ പ്രശ്നങ്ങളാവാം, ചിലയാളെ ഫാമിലി മാറ്റേഴ്സ് ആവാം, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അവരുടെ അതാണ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതത്തിലുള്ള
അവരെ ലൈഫ് സ്പാനിൽ ഉണ്ടായ പല കാര്യങ്ങളും പല ആൾക്കാർ മുഖേനയാണ് പരാതികളും ഇതെല്ലാമായിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. അവർക്ക് സഹിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ തീർത്ത് കൊടുക്കുമ്പോൾ അത് എങ്ങനെ ആ തീർത്ത് അവരെ ഈ ഓരോ കേസിൻ്റെയും അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ നമ്മൾ എത്തുന്നത് വഴികളുണ്ടല്ലോ, ആ വഴികള് ആർക്കും പിന്നെ ഭയങ്കര ക്യൂരിയോസിറ്റി അതെ അതെ അത് പക്ഷേ അങ്ങനെയല്ല. എനിക്ക് ആ രീതിയിൽ അങ്ങനെ ഒരു സിനിമ തിരക്കഥ എന്ന് എനിക്ക് എഴുതാനുള്ള കഴിവില്ല. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്, അതിന്റെ ഒരു സിനോപ്സിസ് ഉണ്ട്. അത് വെച്ചിട്ട് ഞാൻ ഒരു 2-3 കഥ എഴുതി വെച്ചിട്ടുണ്ട്. ആ കഥ ഇങ്ങനെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാലല്ലേ അത് പുറത്തേക്ക് ഇറക്കുന്നുള്ളൂ? അല്ല, മുമ്പേ ഉണ്ടെങ്കിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് പറ്റിയൊരു എൻ്റെ മനസ്സിൽ കുറെ കഥാപാത്രങ്ങളുണ്ട് സിനിമയിൽ. ആ കഥാപാത്രങ്ങളും കൂടി ഇതിൽ കിട്ടണം എന്നുള്ള രീതി ഉണ്ട്. ഇപ്പം മനസ്സിലിപ്പം ഞാനിപ്പോൾ ഒരു കഥ എഴുതിയാൽ, ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു കഥ എഴുതിയാൽ എൻ്റെ വേഷം ചെയ്യാൻ ഞാൻ തന്നെ വേണമെന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള എൻ്റെ മനസ്സിൽ ആ കഥാപാത്രത്തിന് സൂട്ടബിളായ അത് വലിയ പൈസ ചിലപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പൊ അതിന് പറ്റിയൊരു നിർമ്മാതാവിനെ കിട്ടിയാൽ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം എന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. ഓരോ നടന്മാരും ഇപ്പം മനസ്സിൽ കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ നമ്മൾ ആ ഒരു ഏറ്റവും ചെറിയ കഥാപാത്രം, ഒരു ദിവസത്തെ 1 മിനിറ്റിന്റെ കഥാപാത്രമായാലും അത് മനസ്സിലുണ്ട്. അതിന് പറ്റിയ ഒരാളും കൂടി മനസ്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല വെൽ പ്രിപ്പയർഡ് ആണ്. അതെ അതെ, വെൽ പ്രിപ്പയർഡ് ആണ്. വലിയ അങ്ങനെയല്ല, നമ്മള് അത് പറയാൻ പറ്റില്ല. അതിപ്പോ പറഞ്ഞാല് എന്തായാലും എന്താ അറിയാം, ഞാനിത് ഇത്രയും പിന്നെ ഇതായിട്ട് ചോദിക്കുന്നത് സാറിന്റെ ഈ ചെറിയ കാലയളവിലായാൽ പോലും ഈ രംഗത്തേക്കുള്ള കടന്നുവരവും ഈ രംഗത്തുള്ള പ്രകടനവും അത് വെച്ച് ബേസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഇത് സക്സസ് ആവും. 100% ഷുവറാണ്. സക്സസ് ആവണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഈ റിലീസാവാൻ 6ഓളം സിനിമകളുണ്ടെന്ന് തോന്നുന്നു. അതെ അതെ. അപ്പൊ അതിനകത്ത് ഇപ്പൊ അവസാനം ഇനിയിപ്പോ റിലീസിന് ഒരുങ്ങിയിരിക്കുന്ന ഏതാ ആ കഥാപാത്രം? അത് വിനീത് ശ്രീനിവാസന്റെ ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. അതുകൂടാതെ ഷറഫുദ്ദീൻ, വിനയ് ഫോർട്ട് അവരിലുള്ളൊരു സിനിമ, അതിൽ സംശയം എന്ന അതിൻ്റെ പേര്, അതുണ്ട്. അതുകൂടാതെ ഷാജി കൈലാസ് സാറിൻ്റെ മകൻ ഡയറക്റ്റ് ചെയ്തൊരു പടമുണ്ട്. രഞ്ജി പണിക്കർ സാറ് പഴയ ഷാരി മേഡല്ലേ, ഷാരി മേഡലുള്ള ഒരു പടമുണ്ട്. അതും റിലീസ് ചെയ്യാനുണ്ട്. പിന്നെ അതുകൂടാതെ ഏകദേശം 5-6 സിനിമ റിലീസ് ചെയ്യാനല്ല ഇത് കഴിഞ്ഞു. ഇതിനകത്ത് ഏറ്റവും സാറിന് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട കഥാപാത്രം? അല്ല, അതിൽ 2-3 സിനിമയിൽ നല്ല കഥാപാത്രം, നല്ല ചില ഒരു മുസ്ലിം ക്യാരക്ടർ ഉണ്ട്. പിന്നെ ഒരു പൊക്കൻ എന്ന് പറയുന്ന സിനിമയിൽ ഒരു മുസ്ലിം ക്യാരക്ടർ ഉണ്ട്, കോയക്ക. അത് എൻ്റെ ഞാൻ ഇതുവരെ ചെയ്ത സിനിമയിൽ അങ്ങനെ ഒരു വേഷം ചെയ്തിട്ടില്ല. ഒരു സംതിങ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് നല്ല വേഷമാണ്, നല്ല കഥാപാത്രമാണ്, നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എൻ്റെ വിശ്വാസം. അതുകൂടാതെ ഒരു ഷറഫുദ്ദീൻ്റെ ഒരു ഫ്രണ്ടായിട്ടൊരു കഥാപാത്രമുണ്ട്. അത് ഒരു റിട്ടയർ ഹാൻഡിൽ ഉണ്ടാകുന്ന അബദ്ധങ്ങളും കാര്യങ്ങളും ഉള്ള ഒരു സിനിമയാണ്. അത് ഇങ്ങനെ കോമഡി ആംഗിളാണ്. കോമഡി ആംഗിളാണ്. പക്ഷെ കാണുമ്പോൾ സീരിയസ് ആണ്. പക്ഷെ കാണുന്നവർക്ക് കോമഡിയാണ് ഫീൽ ചെയ്യും. അപ്പോൾ അതും നല്ല പ്രതീക്ഷ നൽകുന്ന സിനിമയാണ്. പിന്നെ എന്ന് വെച്ചാൽ ഇതെല്ലാം പ്രേക്ഷകരാണ് വിലയിരുത്തേണ്ടത്. പ്രേക്ഷകരെ ഇഷ്ടമാണ് തീർച്ചയായിട്ടും. ഇതുവരെ വിലയിരുത്തിയത് വെച്ചിട്ട് നല്ല രീതിയിൽ സിനിമ എന്തെങ്കിലും നമ്മളിപ്പോൾ നാട്ടിൽ ഇപ്പം ഇത്രയും വലിയൊരു ആള് നമ്മളെ ഈ മട്ടന്നൂരിലുണ്ട് എന്നുള്ളത് നാട്ടിൽ എങ്ങനെയാണ് സാറിന് ഇപ്പോൾ ഇവിടെ ആൾക്കാർ? അല്ല, ഇവിടെ എല്ലാവരും നല്ല രീതിയിലുള്ള ഒന്നാണ് ഒരു ഇതെല്ലാം. എനിക്ക് നാട്ടിൽ നിന്ന് കുറെ ആദരവ് പരിപാടികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മട്ടന്നൂർ മുനിസിപ്പാലിറ്റീൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. എല്ലാം കുറേ ഇതേപോലത്തെ ആക്ടേഴ്സിനെ വിളിച്ചിട്ടുള്ളൊരു പരിപാടി. അപ്പോൾ പിന്നെ ചെയർമാൻ വിളിച്ചിരുന്നു. അങ്ങനെ അതുകൂടാതെ നാട്ടിലുള്ള നമ്മളെ തൊട്ടടുത്തുള്ള ക്ലബ്ബുകൾ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മളെയും കൂടി വിളിക്കും. അപ്പോൾ നമ്മൾ പണ്ടത്തെ ആ രീതിയിലാണ് ഞാൻ പോവാം. പക്ഷെ അവര് ഭയങ്കര ഒരു ഇതായിട്ട് സാധാരണ ഈ മുല്ലക്ക് മണമില്ല എന്നുള്ളൊരു അല്ലല്ല, ഇവിടെ അവര് മനസ്സിലാക്കുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ അമ്പലത്തിൽ ഇരുന്നവരെല്ലാം വന്ന് ഇവിടെ വന്ന് സെൽഫി എല്ലാം എടുക്കും. അപ്പോൾ നമുക്കൊരു സന്തോഷം മാത്രമല്ല, അവർക്കൊരു സന്തോഷമാണ്. അതെ, അവർക്കൊരു സന്തോഷം. ഈ വേണ്ട ഇതിലുള്ള അംഗീകാരങ്ങളൊക്കെ നാട്ടിൽ തന്നെ ഉണ്ട്, നാട്ടിൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതൊരു മട്ടന്നൂരിൽ നിന്ന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തുടക്കത്തിൽ തന്നെ പറയുമ്പോൾ മട്ടന്നൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലാകാരന്മാരുടെ
ഈറ്റില്ലം തന്നെയാണ് ശരിക്കും. അത് ഇവരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. ഇപ്പം നമ്മുടെ മട്ടന്നൂർ ശിവദാസൻ അങ്ങനെയുള്ള കുറച്ച് ഉണ്ട് എല്ലാവരുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇപ്പം മട്ടന്നൂർ ശിവദാസ് ശശിയേട്ടൻ അവരിലിപ്പോൾ എല്ലാവരും ശശിയേട്ടൻ്റെ കൂടെ ഞാൻ ഒരുമിച്ച് ഒരു സിനിമ അഭിനയിച്ചിട്ടുണ്ട്. മട്ടന്നൂർ ശിവദാസ് മട്ടന്നൂരിൻ്റെ കൂടെ സിനിമ അഭിനയിച്ചിട്ടുണ്ട്. അവരെല്ലാം നിരന്തരം ഞങ്ങൾ തമ്മിൽ ചാറ്റിങ് അല്ലെ ഫോൺ വിളി എല്ലാം ഉണ്ടാവാറുണ്ട്. എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ ഒരു മുരളീധരൻ വായാട്ടുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ളവരെ ഒരു ബാബു ഉണ്ട് കൊടുവള്ളിപ്പുറം. അപ്പോൾ നാട്ടിലുള്ള ആൾക്കാരുമായിട്ട് നമ്മളൊരു ബന്ധം കീപ്പ് ചെയ്യണം. കാരണം നമ്മൾ വഴി തന്നെയല്ല അവർ സഞ്ചരിക്കുന്നത്. അതെ 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 അതെ. പക്ഷെ ഒരുപക്ഷെ അവരെല്ലാം അവരെക്കാളൊക്കെ പുറകിൽ വന്നതായിരിക്കും സാർ, എന്നാലും ഒരുപാട് മുന്നിലെത്തി. അല്ല, അത് മുന്നിലെത്തി എന്നല്ല, എൻ്റെ എന്തോ ഒരു സംഭവം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതാണ്. ഒന്നുകിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നുകിൽ എൻ്റെ സൗണ്ട് ആയിരിക്കാം, അല്ലെ എൻ്റെ ആകാരം വലിയൊരു ഘടകമാണ്. കഥാപാത്രത്തിലൂടെ അതെ 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 അതെ. ഏതായാലും വലിയ സന്തോഷമുണ്ട് സാറിൻ്റെ അടുത്ത് ഇത്ര സമയം ഒന്ന് സംസാരിക്കാൻ പറ്റിയത്. അപ്പം ഇത്രയും സമയം നമ്മുടെ ഗ്രാമിക ചാനലുമായിട്ട് സംവദിക്കുന്നതിൽ വലിയൊരു നന്ദിയുണ്ട്. പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. ഗ്രാമിക ചാനൽ എന്ന് പറയുന്നത് നമ്മൾ നാട്ടിലെ ഒരു ചാനലും നമ്മളെ കൂടെ കണ്ണൂർ ജില്ലയിലെ അല്ലെ നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു ചാനൽ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമിക ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ എല്ലാ നന്മകളും സ്നേഹാശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഈ ഇൻ്റർവ്യൂ എടുത്ത ഗ്രാമിക ചാനലിൻ്റെ അവതാരകനും ഗ്രാമിക ചാനലിനും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത അധ്യായത്തിൽ മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.